24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ കൊടുക്കാൻ നടന്നത് ഉന്നതതല ഗൂഢാലോചന എന്ന വിവരം. വനം വകുപ്പിലെയും പോലീസിലെയും ഉന്നതരുടെ അറിവോടെയാണ് ചട്ടം ലംഘിച്ചുള്ള അറസ്റ്റ് എന്നാണ് റിപ്പോർട്ട്. അതേസമയം തന്നെ കയ്യേറ്റം ചെയ്തെന്ന റൂബിൻ ലാലിന്റെ പരാതിയിൽ ബീറ്റ് ഓഫീസർ ജാക്സണെതിരെ വനം വകുപ്പും പോലീസും നടപടിയെടുക്കാതെ ഒളിച്ചു കളിക്കുകയുമാണ്. വനം വകുപ്പും പോലീസും ചേർന്ന് തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമാണ് റൂബിൻ ലാലിന്റെ നിയമവിരുദ്ധ അറസ്റ്റ് എന്നാണ് പുറത്തുവരുന്ന വിവരം. വനസംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട കരാറുകളിലെ അഴിമതി പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞ മാസം 15 വിവരാവകാശ അപേക്ഷകൾ റൂബിൻ ലാൽ അതിരപ്പള്ളി DFO ലക്ഷ്മിക്കും മധ്യമേഖല CCFനും നൽകിയിരുന്നു. ഇതിന് പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് കടുത്ത ഭീഷണി റൂബിൻ ലാലിനുണ്ടായി. ഇതിനിടെയാണ് നിലവിലെ പ്രശ്നങ്ങൾ ഉണ്ടായതും വനം മന്ത്രിയുടെ ഉത്തരവ് അവഗണിച്ചും റൂബിൻ ലാലിനെ കുടുക്കാൻ നീക്കം ആരംഭിച്ചതും. തൃശൂർ CCF ആവശ്യപ്പെട്ട പ്രകാരം റൂറൽ എസ്പിയുടെ നിർദ്ദേശമനുസരിച്ച് അതിരപ്പള്ളി CI റൂബിൻ ലാലിനെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അറസ്റ്റ് വിവാദമായതോടെ അന്വേഷണത്തിന് നിയോഗിച്ച ചാലക്കുടി DYSP അശോകൻ റൂബിൻ ലാലിനെതിരെ തൃശൂരിലെ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം കേസിൽ കൊന്നക്കുഴി സ്റ്റേഷൻ ബീറ്റ് ഓഫീസർ ജാക്സണെതിരെ തൃശൂർ CCF ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. റൂബിൻ ലാലിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണവും ഇഴയുകയാണ്. 24 തൃശൂർ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.